Hi friends, welcome to Amazing Cooking. ഇന്ന് റവ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വേണ്ടത് 1 കപ്പ് റവ, 1.5 കപ്പ് പാല്, 1/2 കപ്പ് കോക്കനട്ട് പൗഡർ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. 3/4 കപ്പ് പൗഡർ ഷുഗർ, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് റവ ചേർത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു 1-2 മിനിറ്റ് സമയം വറുത്താൽ മതി. ഗ്യാസ് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റവയുടെ കളർ ചേഞ്ച് ആകാൻ പാടില്ല. ഇപ്പോൾ റവ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇതിനകത്തേക്ക് ഇനി എടുത്തു വെച്ചേക്കുന്ന 1.5 കപ്പ് പാല് ചേർത്ത് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യമേ തന്നെ 1 കപ്പ് പാല് ഞാൻ ചേർത്ത് നന്നായിട്ട് റവ അതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. ബാക്കിയുള്ള പാല് ആവശ്യമനുസരിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. റവ മുഴുവനായിട്ടും പാല് അബ്സോർവ് ചെയ്യുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിം ആയിരിക്കണം. അതിനുശേഷം ഈ മിശ്രിതം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക. ഇപ്പോൾ ഞാൻ ആ റവ മിക്സ് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിപ്പോഴും ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ചൂടിൽ തന്നെ നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യമേ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റവ മിക്സ് ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് പൗഡർ ഷുഗറും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തതാണ് ഈ കാണുന്നത്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, മാവ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് അതിനകത്തേക്ക് ഷുഗർ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റാവും, നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ റവ മിക്സ് നന്നായി തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിൽ മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്കിനി ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യമേ തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടുക. അതിനുശേഷം അതിനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ മാവ് മുഴുവൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോരോ പോർഷൻസ് എടുത്തിട്ട് ഒരു ബോളിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനിവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്.
ഇപ്പോൾ എല്ലാ മിക്സിനും ഞാനൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം. ഒരു റവ ലഡുവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അല്ലെങ്കിൽ ഇത് ഒന്നുകൂടെ നമുക്ക് ഒരു 2 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴത് കൂടുതൽ സോഫ്റ്റ് ആവും. ഇവിടെ ഞാനൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ്യ് പറ്റുകയാണ്. എന്നിട്ട് ഈ ഷേപ്പ് ഓരോന്നായിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റും. സ്റ്റീം ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മേലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ പാത്രം എടുത്ത് വെക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. ഒരു മിനിറ്റോ 2 മിനിറ്റോ സമയം മതി ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് സ്റ്റീം ആവാനായിട്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റീം ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഇതിൻ്റെയൊക്കെ മുകളിൽ. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലായിരുന്നു ഗ്യാസ് വെച്ചിരുന്നത്. ഇതിനി ഇന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് പൗഡറിൽ റോൾ ചെയ്ത് പ്ലേറ്റിലേക്ക് വയ്ക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.